ഈ വീഡിയോയിൽ നിലവിലെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ തരുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഇന്ത്യയുടെ 2 ഷിപ്പുകൾ ഇറാൻ സീസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനെ കുറിച്ചൊന്നും ഐഡിയ ഇല്ല. അതിൽ ഇന്ത്യയുടെ ഷിപ്പ് എന്ന് പറയുന്നതിൽ ഒന്ന് MSC ആണ്. MSC എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയാണത്. അപ്പോൾ അത് ഇസ്രായേലുമായിട്ട് ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും ആ കപ്പലിനെ അവർ സീസ് ചെയ്തതായിട്ട്. ഈവൻ ദോ ഇന്ത്യയിലേക്കുള്ള ചരക്ക് ഗതാഗതമാണെങ്കിലും ഞങ്ങൾ അതിനെ സീസ് ചെയ്തത് ഇന്ന കാരണം കൊണ്ടാണെന്ന് ഇറാൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റൊരു ഷിപ്പിനെ കുറിച്ചുള്ള വിഷയത്തിൽ അവരിപ്പോഴും എക്സ്പ്ലനേഷൻ ഒന്നും തന്നിട്ടില്ല. കാരണം അത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ ഷിപ്പാണ്. EP അമിനോട്സ് എന്ന് പറഞ്ഞ ഷിപ്പാണ്. അത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ ഷിപ്പാണ്. പക്ഷേ അതും ഇറാൻ സീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇറാൻ ഇന്ത്യയെ ഭയങ്കരമായിട്ടുള്ള പാർട്ട്ണറാണ്, 5000 വർഷത്തെ ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഇറാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ അവർക്കൊരു പോപ്പുലാരിറ്റി കിട്ടണം. പോപ്പുലാരിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കപ്പലിനെ ടച്ച് ചെയ്താൽ പോപ്പുലാരിറ്റി കിട്ടും. കാരണം എന്ന് വെച്ചാൽ ചൈന പൂർണ്ണമായിട്ടും ഇറാനോടൊപ്പം നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ചൈനയെ അവർ കൂടുതൽ ഉപദ്രവിക്കില്ല. പക്ഷെ അതേസമയം ഇന്ത്യ ശരിക്കും പൂർണ്ണമായിട്ടും ഇറാനോടൊപ്പം എന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം ഇസ്രായേലിനോടൊപ്പം ശക്തമായിട്ടുള്ള നിലപാട് ഇസ്രായേൽ പാർലമെന്റിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഹമാസിൻ്റെ തീവ്രവാദ ആക്രമണത്തിനെ നമ്മൾ കൃത്യമായിട്ട് ഗണ്ണിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇറാൻ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ആ വിലയിരുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് ശരിക്കും ഇറാൻ ഇമാതിരി ഇന്ത്യയോട് പെരുമാറുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് കൺസിസ്റ്റൻസി ഇല്ലാത്ത റിലേഷൻഷിപ്പ്, ബന്ധത്തിൽ സ്ഥിരതയില്ല. അവർക്ക് ആവശ്യമെന്ന് പറയുമ്പോഴത്തേക്കും അവർ ഇന്ത്യയെ എംഫസൈസ് ചെയ്ത് സംസാരിക്കും, ഇന്ത്യയുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയും. പക്ഷേ അതേസമയം അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ഗ്ലോബൽ പ്രഷറൊക്കെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ അറ്റൻഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കപ്പലുകളെ പിടിച്ചു വയ്ക്കാൻ അവർക്ക് യാതൊരു മടിയില്ല എന്നുള്ളതാണ് വീണ്ടും ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതൊരു സൈഡിൽ നിൽക്കട്ടെ, ഇന്ത്യൻ ഗവൺമെന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം. ഇന്ത്യയിലുള്ള ഇറാനിയൻ കൗൺസിലേറ്റിലേക്ക് ഇന്ത്യ സമ്മൻ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇന്ത്യയുടെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഇനി എന്തുകൊണ്ടാണ് പാകിസ്ഥാനിലേക്ക് ബുധനാഴ്ച ചർച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഇറാന്റെ പോർട്ടിൽ നിന്നും സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിലൂടെ അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ച് കടന്നുപോയ ഒരു ചൈനീസ് ഷിപ്പിനെ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ഇന്ത്യൻ ഓഷ്യൻ വരെ ഫോളോ ചെയ്ത് ശ്രീലങ്കയുടെ തൊട്ട് താഴെ വെച്ചിട്ട് ആ ഷിപ്പിനെ അവർ സീസ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇറാനിയൻ കപ്പലാണ്, ചൈനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്ന കപ്പലാണ്. അതിനെയാണ് ഇവർ മടക്കി പിടിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ഇതിന് മുമ്പുള്ള എപ്പിസോഡിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ആ ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഷിപ്പിനെ പിടിച്ചെടുത്തത് ഇറാന് വല്ലാത്ത രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഇതിലുണ്ടായിരുന്ന 200 ബില്യൺ വർത്തുള്ള ക്രൂഡ് ഓയിൽ അമേരിക്ക സ്വന്തമാക്കും. അതിലുപരി ഈ കപ്പൽ വിറ്റൊഴിവാക്കുകയും ചെയ്യും. ഇത് ഇറാന് വൻ നഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ, അതായത് ഒരു സൈഡിൽ ചർച്ചയ്ക്ക് വരൂ, ചർച്ച നടത്താം, യുദ്ധത്തിനൊരു അവസാനം ഉണ്ടാക്കാം, 2 രാജ്യങ്ങളും തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കാം, കരാറുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിൽ കൂടെ അമേരിക്ക അഗ്രസീവായിട്ടുള്ള പെരുമാറ്റമാണ്. ശരിക്കും യുദ്ധത്തിന് തുല്യമായിട്ടുള്ള പ്രവൃത്തിയാണ് അമേരിക്ക ചെയ്യുന്നതെന്നാണ് ഇറാന്റെ അഭിപ്രായം. ഈ വിയോജിപ്പ് കൃത്യമായിട്ട് പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ പാകിസ്ഥാനും അമേരിക്കയും ഒത്തുചേർന്നുള്ള കളികളാണ്. ട്രംപ് ട്വീറ്റ് ചെയ്യുകയാണ്. എന്താണ് ചെയ്യുന്നത്? അതായത് ഇറാന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. ചിലർക്ക് അമേരിക്കയോട് ചർച്ചയ്ക്ക് പോകണമെന്ന് താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ഗാലിബാഫ് ആയിക്കോട്ടെ, അതേപോലെ മസൂദ് പെസസ്കിയാൻ, ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി, ഇവർക്കൊക്കെ ചർച്ചയ്ക്ക് പോകണമെന്നാണ് താല്പര്യം. പക്ഷേ അവിടെ തീവ്ര നിലപാടുള്ള IRGC മെമ്പേഴ്സ്, ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലറിക്കൊക്കെ ഉണ്ട്. ഈ ക്ലറിക്കിനൊക്കെ ശരിക്കും അമേരിക്കയുമായിട്ട് കടുത്ത നിലപാടും വിദ്വേഷവും ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അവർ തീവ്ര നിലപാട് പുലർത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ 2 സെക്റ്റായിട്ടാണ് അവിടെ ആൾക്കാരുള്ളത്. 2 ചേരികളും തമ്മിൽ കടുത്ത അഭിപ്രായ ഭിന്നതയുണ്ട്. അപ്പോൾ ഈ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഞാൻ സ്വമേധയാ പാകിസ്ഥാന്റെ ചൊൽപ്പടിക്കിണങ്ങി, അതായത് പാകിസ്ഥാനെ വിശ്വസിച്ചുകൊണ്ട്, ഷാബാസ് ഷെരീഫിനെയും പ്രത്യേകിച്ച് അസീം മുനീറിനെയും വിശ്വസിച്ചുകൊണ്ട് ഞാൻ സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ ഉടനെ ട്വീറ്റ് ചെയ്യുകയാണ്. അതിനെ ഏറ്റു പറഞ്ഞുകൊണ്ട്, കഴിഞ്ഞ തവണത്തെ പോലെ കോപ്പി പേസ്റ്റ് ചെയ്തില്ല. അതിന് പകരം ഷഹബാസ് ഷെരീഫ് എഴുതി കുറിക്കുകയാണ്,
പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഇറാന്റെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഈ സീസ് ഫയർ എക്സ്റ്റൻഷൻ ചെയ്ത ട്രംപിന് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ട്വീറ്റാണ് പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് വന്നത്. ഇവിടെ പാകിസ്ഥാൻ അല്ലല്ലോ യുദ്ധം ചെയ്യുന്നത്, പിന്നെ പാകിസ്ഥാൻ എന്തിനാണ് നന്ദി അറിയിക്കുന്നത്? ശരിക്കും ഇറാൻ അത്രമാത്രം യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറാനാണല്ലോ ഈ ട്വീറ്റ് ഇടേണ്ടത്. എനിവേ അതൊരു സൈഡിലിരിക്കട്ടെ. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് തിരിച്ചടിക്കുകയാണ്. തിരിച്ചടി എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമസിലുള്ള ബ്ലോക്കേഡ് ഇറാനെ നല്ല രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ വരുമാനത്തിൽ നല്ല രീതിയിലുള്ള കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. അവർക്ക് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമസിലൂടെ അമേരിക്ക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ശക്തമായ രീതിയിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ ഇന്ന് അവർ ഒരു ഗ്രൂപ്പ് ഓഫ് സ്പീഡ് ബോട്ടുകൾ എടുത്തുകൊണ്ട് ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ സ്ട്രേറ്റ് ഓഫ് ഹോർമസിനെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരറ്റത്തിൽ നിന്ന് മറ്റൊരറ്റത്തിലേക്ക് വരികയും അവിടെ നിന്ന് വീണ്ടും തിരികെ പോവുകയും ചെയ്യുന്ന രീതിയിൽ ഒരു പെട്രോളിംഗ്, ആ പെട്രോളിംഗ് വളരെ എഫക്റ്റീവായിട്ട് ഇറാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. വീഡിയോ ഫുട്ടേജ് സഹിതം അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അവർ പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഇപ്പോഴും ഞങ്ങളുടെ കൺട്രോളിലാണ്. ഒരു മൂലയിൽ അമേരിക്ക 2 കപ്പലുകൾ കൊണ്ട് നിർത്തി വെച്ചിട്ട് അവിടെ നിന്നും ഇറാനിലേക്ക് വരുന്നതും ഇറാനിൽ നിന്നും കടന്നു പോകുന്നതുമായിട്ടുള്ള ഷിപ്പുകളെ തടഞ്ഞതുകൊണ്ട് മാത്രം സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അമേരിക്കയുടെ കൺട്രോളിലാവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് കരഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതിന് കാരണം ഇറാനിലേക്കുള്ള ചരക്ക് ഗതാഗതം അത് വല്ലാത്ത രീതിയിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ IRGC ഇറാഖിനുള്ളിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇറാഖിനുള്ളിൽ കുർദ് സേനകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതിന് സൈലന്റ് ആയിട്ട് ഓക്കെ പറഞ്ഞിരിക്കുകയാണ് ഇറാഖ് ഭരണകൂടം. അതുപോലെ ലെബനാനിൽ, അപ്പൊ ഇവിടെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ബ്ലോക്കേഡിനെ എതിർത്തുകൊണ്ട് ഇറാൻ രംഗത്തിറങ്ങുമ്പോൾ മറ്റൊരു സൈഡിൽ ഇസ്രായേൽ ലെബനനുമായിട്ട് ഒരു സീസ് ഫയർ ഞങ്ങൾക്ക് ഇല്ല എന്നുള്ള തരത്തിൽ കൃത്യമായിട്ട് എഫക്റ്റീവായിട്ട് ലെബനന്റെ ഉള്ളിലേക്ക് ഗ്രൗണ്ട് ഫോഴ്സിനെ ഇപ്പം ഫ്രണ്ട് ലൈനിൽ അയച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് നിരവധി ഏരിയകളിൽ ലെബനന്റെ ഉള്ളിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്, എയർ സ്ട്രൈക്കും നടത്തിയിട്ടുണ്ട്. അല്ല, 23-ലധികം ഹിസ്ബുള്ള മെമ്പേഴ്സ് കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട്. അതുപോലെ സൗത്ത് ലെബനാന്റെ ഭാഗത്താണ് സൗത്ത് ലെബനാന്റെ ഭാഗത്ത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള മെമ്പേഴ്സിന്റെ അതിപ്പോൾ ഒരു ബരിയൽ ഗ്രൗണ്ടായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് സൗത്ത് ലെബനാൻ. ബിൻറ്റ് ജബീൽ എന്ന് പറഞ്ഞ ഏരിയയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഫ്രണ്ട് ലൈൻ ഇപ്പോഴും ഗ്രൗണ്ട് ഫോഴ്സ് എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അമേരിക്ക ഒരു തരത്തിലും കമ എന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. അതിന് കാരണം വേറെ ഒന്നുമില്ല. അതായത് ആദ്യഘട്ട ചർച്ചയിൽ ഇസ്ലാമാബാദിൽ നടന്ന സമയത്ത് ഇറാൻ മുന്നോട്ട് വെച്ചിരുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലെബനന്റെ മേലിലുള്ള ആക്രമണം നിർത്തണം എന്നാണ്. അപ്പോൾ ലെബനന്റെ മേലിലുള്ള ആക്രമണം നിർത്താൻ വേണ്ടിയിട്ട് 10 ദിവസത്തെ ഒരു ഷോർട്ട് ടേം സീസ് ഫയർ കൊണ്ടുവന്നപ്പോൾ ഇറാൻ ചർച്ചയ്ക്ക് വരാമെന്ന് സമ്മതിച്ചിരുന്നു. അതേ ഇറാൻ ഇപ്പൊ സീസ് ഫയർ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും വീണ്ടും അടുത്തൊരു ചർച്ചയുടെ കണ്ടിന്യൂറ്റി അത് തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ട്രംപ് സൈലന്റ് ആയിട്ട് തന്നെ ലെബനന്റെ ഉള്ളിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇനി ജോസഫ് ആവോൺ, ലെബനന്റെ പ്രസിഡന്റ് ജോസഫ് ആവോൺ പറഞ്ഞിരിക്കുന്നത് ഇമ്മാനുവൽ മാക്രോൺ ലെബനന്റെ ചർച്ചയിൽ പങ്കെടുക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെബനന്റെ പ്രൈം മിനിസ്റ്റർ നവാഫ് സലാം പറഞ്ഞിരിക്കുന്നത് ഹെസ്ബുള്ളയെ നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്താൻ കഴിയുകയില്ല. കാരണം അവർ ഈ രാജ്യത്തിനുള്ളിൽ കുറേ കാലമായി. അപ്പോൾ അവരെ മാറ്റി നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ലെബനന്റെ ഉള്ളിൽ സിവിൽ വാർ പൊട്ടിപ്പുറപ്പെടാൻ സാഹചര്യം ഒരുക്കുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. കാരണം ഹെസ്ബുള്ള ലെബനന്റെ ഉള്ളിൽ ഇറ്റ്സ് നോട്ട് എ മെമ്പർ. അവർ മെമ്പർ മാത്രമല്ല, ശരിക്കും ഫൈനാൻഷ്യലി അവർ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമല്ല ലെബനനിൽ നിന്നും ഹിസ്ബുള്ളയെ പറിച്ചു മാറ്റുന്നത്. പക്ഷേ ഈ ഡിസാം എന്നൊക്കെ പറയുന്നത് അത് ഹിസ്ബുള്ള തന്നെ തീരുമാനിക്കണം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അതായത് സൂചന എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രഷർ ചെയ്യേണ്ട ഹെസ്ബുള്ളയെ, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കൂ. ലെബനനായി ഹിസ്ബുള്ളയായി, അതിന് മേളിൽ ഇനി കൂടുതൽ പ്രഷർ വേണ്ട എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറയുന്നത്. പക്ഷേ നവാഫ് സലാം പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തരുത്. ഇസ്രായേലിൻ്റെ നോർത്തേൺ ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് ഒരു സെക്യൂരിറ്റി ഉറപ്പ്, നോർത്തേൺ ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് ഉണ്ടാകുന്ന സെക്യൂരിറ്റി ത്രെട്ടുകൾ, അതും ഹെസ്ബുള്ള മൂലം ഉണ്ടാകുന്ന സെക്യൂരിറ്റി ത്രെട്ടുകൾ ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പ് നവാഫ് സലാമിന് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ഒരു വാലിഡിറ്റി ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഹെസ്ബുള്ളയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് നവാഫ് സലാം നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമാണ്.
ചില ലെഫ്റ്റിസ്റ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിൻ്റെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ബ്ലോക്കേഡ് അത്ര എഫക്റ്റീവ് അല്ല. ഇതുവരെ ഇതുവരെ ഇറാനിൽ നിന്നും 26ഓളം കപ്പലുകൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ അമേരിക്കയുടെ കണ്ണു വെട്ടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള മാനറിലല്ല സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന്റെ ബ്ലോക്കേഡ് അമേരിക്ക നടത്തുന്നത്. അതുകൊണ്ടാണ് ഇറാൻ ചർച്ചയ്ക്ക് വരാത്തത് എന്നൊക്കെയുള്ള വാർത്തകൾ അടിച്ചിറക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം അമേരിക്ക ഇറാന്റെ ഷിപ്പുകൾ തടയുന്നുണ്ട്. അത് ഇറാൻ നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഇപ്പോൾ ഇന്ത്യയുടെ 2 കപ്പൽ സീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ യുഫേരിയ, പനാമ ഇങ്ങനത്തെ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെയൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ 2 കപ്പലുകൾ ഇന്ത്യയുടെ കപ്പലുകൾ സീസ് ചെയ്തുകൊണ്ട് പോയി. പക്ഷേ മറ്റൊരു കപ്പലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണം അതിരൂക്ഷമായിരുന്നു. ആ കപ്പല് ഓൾമോസ്റ്റ് ഡാമേജ്ഡ് ആണ്, പൂർണ്ണമായിട്ട് നശിച്ച അവസ്ഥയിലാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് ആ കപ്പലിന് മേളിൽ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഈ അമേരിക്കയുടെ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ബ്ലോക്കേഡാണ്. അത് എഫക്റ്റീവായിട്ട് നടക്കുന്നില്ല, ഫ്ലെക്സിബിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു എങ്കിൽ പിന്നെ ഇറാൻ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി വന്നിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ആക്രമണം നടത്തേണ്ടതില്ലല്ലോ. കാരണം അവരുടെ ട്രാൻസ്ഷിപ്മെന്റ് വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നു. 26 ഷിപ്പുകളൊക്കെ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ ഇറാൻ ഓക്കെയാണ്. അതായത് ട്രംപിനെ അനുകൂലിക്കുന്ന ആൾക്കാർ അമേരിക്കയിൽ ഉള്ളതുപോലെ തന്നെ ട്രംപിനെ എതിർക്കുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ പല രാജ്യങ്ങളിൽ, ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല രാജ്യങ്ങളിൽപ്പെട്ട ആൾക്കാർ അമേരിക്കയിൽ പോയിട്ട് അവിടുത്തെ സിറ്റിസനായിട്ട് മാറി അവിടുത്തെ പാസ്പോർട്ട് ഹോൾഡർ, അവിടുത്തെ നാഷണാലിറ്റിയൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ മറ്റൊരു രാജ്യത്തിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ആൾക്കാരാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാനികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അമേരിക്കയിലുണ്ട്. ഇപ്പം ഇതിനകത്ത് ഈ മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ എത്ര ഇറാനിയൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ഇറാനിയൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ അമേരിക്ക കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് ഒക്കെ അമേരിക്കയ്ക്ക് തടയാൻ കഴിയും. കാരണം ഇറാനെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, അതേപോലെ ഡെമോക്രാറ്റിക് പാർട്ടി താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അവർ നരേറ്റ് ചെയ്യും. ഈ നരേറ്റീവിനെ ഒന്നും തടയാൻ കഴിയില്ല. കാരണം എഴുതുന്നവർ അവരുടെ രാഷ്ട്രീയം കൂടി കലർത്തി എഴുതും. അപ്പം അത് അമേരിക്കയ്ക്ക് തടയാൻ, അതിനെതിരെ ട്രംപിനൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബ്ലോക്കേഡ് എത്രമാത്രം ഇറാനെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡൊണാൾഡ് ട്രംപ് ഈ മാസം അവസാന വീക്കിൽ ചൈന സന്ദർശിക്കാൻ സാധ്യതയുണ്ടായിരുന്നു, പോസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അവർ ചൈന സന്ദർശനം പോസ്റ്റ്പോണ്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഈ ഷിപ്പുകൾ ഇങ്ങനെ അമേരിക്ക സീസ് ചെയ്യുന്നത് ചൈനയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൈന ഇപ്പോൾ അമേരിക്കയുമായിട്ട് ഈ ഒരു ചർച്ച നടത്തണോ വേണ്ടയോ എന്നുള്ള തരത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇസ്രായേൽ ഈ ഒരു അവസരം ഗോൾഡൻ ചാൻസ് ആയിട്ട് കരുതിക്കൊണ്ട് ലെബനൻ്റെ ഉള്ളിലേക്ക് താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ട്രംപ് ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ വരുന്ന വെള്ളിയാഴ്ച ഗുഡ് ടൈമാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നാളും നേരം എല്ലാം നോക്കി കൃത്യമായിട്ട് കണിയാനൊക്കെ കണ്ട് കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇറ്റ്സ് എ ഗുഡ് ഡേ, ഫ്രൈഡേ നല്ല ദിവസമാണ്. അപ്പോൾ ഫ്രൈഡേ ഇറാൻ ഇസ്ലാമാബാദിലേക്ക് വരും. അപ്പോൾ ഫ്രൈഡേ നമുക്ക് ചർച്ച നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം തിങ്കളാഴ്ച നടന്നില്ല, ചൊവ്വാഴ്ച നടന്നില്ല, ബുധനാഴ്ച എന്ന് പറഞ്ഞ് ബുധനാഴ്ച നടന്നില്ല, ഇനിയിപ്പം വ്യാഴം, വെള്ളിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് ഗ്യാപ്പ് കൊടുത്ത്, അതായത് നിങ്ങളൊന്ന് ചർച്ച നടത്തി. ഇറാൻ്റെ ഉള്ളിൽ 2 ഗ്രൂപ്പുകളുണ്ട്, IRGC ഹാർഡ്ലൈൻ ഗ്രൂപ്പ്, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ വിങ്. 2 പേരും കൂടി ഇരുന്ന് സംസാരിച്ച് ആലോചിച്ച് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഇസ്ലാമാബാദിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഈ ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എനിവേ നോക്കാം. സിറിയയുടെ പ്രസിഡന്റ് അഹമ്മദ് അൽ-ഷാര ഇന്നലെ സൗദി അറേബ്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ബൈലേറ്ററൽ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇന്ന് ഖത്തർ വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. ഖത്തറുമായിട്ടും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടരെ പല രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട് സിറിയയുടെ അഹമ്മദ് അൽ-ഷാര. ഒരു റീജിയണൽ സപ്പോർട്ട് നേടിയെടുക്കുകയാണ്. ഉക്രൈന് വലിയൊരു റിലീഫാണ്. ഉക്രൈൻ്റെ റിലീഫ് എന്ന് പറഞ്ഞാൽ 90 ബില്യൺ യൂറോ ആ ഒരു ഫണ്ട് ഉക്രൈന് വേണ്ടിയിട്ട് പാസ്സായിരിക്കുകയാണ്. അത് പാസ്സാക്കിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഉക്രൈനുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡിമാൻഡാണ് ഡ്രൂസ്ബ പൈപ്പ് ലൈൻ. റഷ്യയുമായിട്ടാണ് യുദ്ധം. റഷ്യയിൽ നിന്ന് വരുന്ന ഗ്യാസിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രൂസ്ബ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് വിരോധാഭാസമാണ്. ഇത് ശരിക്കും ഒരു സൈഡിൽ യുദ്ധം, മറ്റൊരു സൈഡിൽ ആ യുദ്ധം നടത്തുന്ന രാജ്യത്തിൽ നിന്ന് തന്നെ എനർജി വാങ്ങിച്ച് ഉപയോഗിക്കുക ചീപ്പർ കോസ്റ്റിൽ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ റഷ്യയിൽ നിന്ന് വരുന്ന പൈപ്പ് ലൈൻ കസക്കിസ്ഥാൻ, ജർമ്മനി, അതുപോലെ തന്നെ അത് ത്രൂ ഔട്ട് ഇങ്ങോട്ട് പോളണ്ട്, ആ രീതിയിലൊക്കെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഈ ഡ്രൂസ്ബ പൈപ്പ് ലൈൻ. ഈ ഡ്രൂസ്ബ പൈപ്പ് ലൈനാണ് സെലൻസ്കി മനഃപൂർവ്വം ആക്രമിച്ച് യൂറോപ്പിന് ഗ്യാസലിൻ കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ തടഞ്ഞു വെച്ചിരുന്നത് മനഃപൂർവ്വം. അതായത് ഇതുവരെ ഉക്രൈന് ഏറ്റവും വലിയ തടസ്സമായിരുന്ന ഹംഗറിയിലെ വിക്ടർ ഓർബൺ ഇലക്ഷനിൽ പരാജയപ്പെട്ട് ഹംഗറിയിൽ ഭരണമാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവിടെ പീറ്റർ മെഗേറാണ് ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഹംഗറി പൂർണ്ണമായിട്ടും ഉക്രൈന് ഫണ്ട് കൊടുക്കുന്നതിനെ തടയുന്നില്ല ഇപ്പോൾ നിലവിൽ.
സ്ലോവാക്യ തടയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേ സാഹചര്യത്തിൽ ഈ ഡ്രൂസ്പ പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് സെലൻസ്കി പോസിറ്റീവായിട്ടുള്ള തീരുമാനമെടുത്തത് കൊണ്ടും വരുന്ന വ്യാഴാഴ്ച, അതായത് അടുത്ത വ്യാഴാഴ്ച മുതൽ, ഇന്ന് മുതലല്ല, നെക്സ്റ്റ് തേഴ്സ്ഡേ മുതൽ ഡ്രൂസ്പ പൈപ്പ് ലൈൻ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കും. അതിലൂടെ ഗ്യാസുലിൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് സെലൻസ്കി ഉറപ്പുവരുത്തിയതിനെ തുടർന്നാണ് യൂറോപ്യൻ യൂണിയനിൽ വീറ്റോ ഇല്ലാതെ 90 ബില്യൺ യൂറോ ഉക്രൈന് കൊടുക്കാൻ വേണ്ടിയിട്ട് വീറ്റോ ഇല്ലാതെ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കുകയാണ്. പറഞ്ഞാൽ ഉക്രൈന് വലിയൊരു റിലീഫാണ്. ഈ റിലീഫ് ഉക്രൈനെ ചെറിയ രീതിയിലല്ല സഹായിക്കുന്നത്, ശരിക്കും അവർക്ക് നല്ല രീതിയിൽ ഫ്രണ്ട് ലൈനിൽ മുന്നോട്ട് പോകാനും വീണ്ടും ശക്തമായ രീതിയിൽ യുദ്ധം നടത്താനും സാധിക്കും. പക്ഷേ ഈ സാഹചര്യത്തിൽ റഷ്യ ഒരു ഓപ്ഷൻ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. റഷ്യ പറഞ്ഞിരിക്കുന്നത് ഈ ഉക്രൈൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ബഫർ സോണായിട്ട് മാറ്റാൻ പോവുകയാണ് എന്നുള്ള പ്രഖ്യാപനമാണ് റഷ്യയുടെ സൈഡിൽ നിന്ന് വരുന്നത്. അതായത് റഷ്യ പതിയെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷനാണ് അഡ്വൈസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഉക്രൈൻ തുടരെ ഈ എണ്ണപ്പാടങ്ങൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തുന്നത് റഷ്യക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും ഈ ഡ്രോൺ ടെക്നോളജി, അതേപോലെ തന്നെ ഇലക്ട്രോണിക് വാർഫെയർ മെത്തേഡ്, അതേപോലെ റോബോട്ടിക് വാർഫെയർ മെത്തേഡ്, ഇതെല്ലാം തന്നെ റഷ്യൻ സേനയെ റിറ്റാലിയേറ്റ് ചെയ്യുന്നതിൽ ഒരു പരിധിവരെ ഉക്രൈനെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ റഷ്യയ്ക്കും നല്ല രീതിയിലുള്ള ഡാമേജ് ഉണ്ടാവും. ഇപ്പോൾ ഓൾമോസ്റ്റ് 55% റിഫൈനറികൾ പാർഷ്യലി, ചിലത് കംപ്ലീറ്റ് ആയിട്ടും ഡാമേജ്ഡ് ആണ്. അപ്പോൾ അതെല്ലാം തന്നെ ഒന്ന് റിക്കവർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ചിലവുണ്ട്, അതേപോലെ നല്ല സമയമെടുക്കും. ഇനിയും 5-6 വർഷങ്ങൾ എടുത്തേക്കാം. അപ്പോൾ ആ സാഹചര്യത്തിലാണ് റഷ്യ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഈ പിടിച്ചെടുത്ത ഏരിയകൾ 25% ഉക്രൈൻ്റെ ലാൻഡ് റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. ആ ഏരിയ ബഫർ സോണായിട്ട് പ്രഖ്യാപിക്കാനാണ് റഷ്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം യുദ്ധം തുടങ്ങുന്നതിൻ്റെ സൂചന ഇപ്പം അമേരിക്ക ഇറാനെ എപ്പോൾ ആക്രമിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പോൾ ഞാൻ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് ബോർഡറിൽ നിന്നും 200 കിലോമീറ്റർ അകലെ നിർത്തിയിട്ടിരിക്കുന്ന അബ്രഹാം ലിങ്കൻ അവിടെ നിന്ന് എപ്പോൾ എടുത്തു മാറ്റുന്നോ അപ്പോൾ യുദ്ധം തുടങ്ങും. അതാണ് യുദ്ധം തുടങ്ങുന്നതിൻ്റെ സൂചന. അല്ലാതെ ഓപ്പണായിട്ട് അമേരിക്ക ഇന്ന് അടിക്കും, നാളെ അറ്റാക്ക് ചെയ്യും എന്നൊന്നും പറയില്ല. അവർ ജസ്റ്റ് നാളെ, മറ്റന്നാൾ, അതിൻ്റെ മറ്റന്നാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വയ്ക്കും. പക്ഷേ സർപ്രൈസ് ആയിട്ട് അവർ അറ്റാക്ക് തുടങ്ങും, അത് ഉറപ്പാണ്. അപ്പോൾ അത് ശരിക്കും 200 കിലോമീറ്റർ അകലെ കിടക്കുന്ന അബ്രഹാം ലിങ്കനെ എടുത്ത് മാറ്റി അതവർ റീലൊക്കേറ്റ് ചെയ്യും, കുറച്ചുകൂടെ ദൂരത്തേക്ക് മാറ്റിയിടും. അങ്ങനെ മാറ്റിയിടുന്ന സമയത്ത് തീർച്ചയായിട്ടും അറ്റാക്ക് തുടങ്ങും. ഇപ്പം നിലവിൽ ഗൾഫ് ഓഫ് ഒമാനിൽ തന്നെയാണ് ഇപ്പോഴും അബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ ആ ഒരു എയർക്രാഫ്റ്റ് കരിയർ നിർത്തിയിട്ടിരിക്കുന്നത്. അതേപോലെ ഇറാൻ പാകിസ്ഥാനെ കുറിച്ചും 2 സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് വളരെ വ്യക്തമാണ്, പാകിസ്ഥാനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പാകിസ്ഥാൻ അമേരിക്കയോടൊപ്പം ചേർന്ന് അമേരിക്കയ്ക്ക് വേണ്ടി നിലപാടെടുത്തിട്ടാണ് ഇറാൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ പ്രതിനിധികൾ. വളരെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, അല്ലാതെ മീഡിയേഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഖത്തറിനും ഇറാനും നല്ല ബന്ധമുണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാൻ തീർച്ചയായിട്ടും അവരുടെ കാഴ്ചപ്പാടുകൾ, അവർ പാകിസ്ഥാനുമായിട്ട് ചർച്ച നടത്തുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ചില ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം തന്നെ ഖത്തറിനടുത്ത് പങ്കുവച്ചിട്ടുണ്ട്. ഖത്തറിനെ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. കഴിഞ്ഞ 40 ദിവസത്തെ യുദ്ധം തുടങ്ങിയ സമയം മുതൽ വിത്തിൻ 2 ഡേയ്സിൽ ഖത്തർ അവരുടെ LNG സപ്ലൈ പൂർണ്ണമായിട്ടും നിർത്തിവെച്ചു. എന്ത് കാരണം കൊണ്ട് നിർത്തിവെച്ചു? അതായത് അവർക്ക് ഒരു സൈഡിൽ കൂടെ സപ്ലൈ നടത്താമല്ലോ. തീർച്ചയായിട്ടും ഇറാനുമായിട്ട് ഒരു ബാക്ക് ഡോർ ഡിപ്ലോമസി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഖത്തറും ഇറാനും തമ്മിൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖത്തർ മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ പ്രതിസന്ധിയിലാക്കിയേക്കാം, എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം, അമേരിക്കയ്ക്ക് മേലൊരു സമ്മർദ്ദം, ഇസ്രായേലിന് മേലൊരു സമ്മർദ്ദം, ഒരു ഗ്ലോബൽ പ്രഷർ, അപ്പോൾ അവിടെ ഒരു എനർജി ക്രൈസിസ് ഉണ്ടാക്കാം. LNG സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ക്രൈസിസ് രൂപപ്പെടും. കാരണം എണ്ണ ശേഖരിച്ച് വെക്കുന്നത് പോലെ, എണ്ണ മാസക്കണക്കിൽ 2 മാസത്തേക്ക് 3 മാസത്തേക്കൊക്കെ സ്റ്റോക്ക് എടുത്ത് വെക്കുന്നത് പോലെ ഗ്യാസ് അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. ആ ഒരു അവസരം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഖത്തർ ഇമീഡിയറ്റ് ആയിട്ട് LNG സ്റ്റോപ്പ് ചെയ്തത്. അത് കുറച്ച് നീണ്ട കാലത്തേക്ക് നിർത്തി വെക്കേണ്ടി വരും എന്ന് ഖത്തർ കരുതിയില്ല. ഇപ്പം ശരിക്കും ഖത്തർ വളരെ പ്രയാസത്തിലാണ്. കാരണം ഇസ്രായേൽ ഈ വിഷയങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞ് മൊസാദിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസി ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് സൗത്ത് പാർസിൽ നടത്തിയ അറ്റാക്ക് അത് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു അറ്റാക്കാണ്. അത് ഖത്തറിനും ഇറാനും ഒരുമിച്ച് ഇസ്രായേൽ കൊടുത്ത പണിയാണ്. അപ്പോൾ എന്തായാലും നിലവിലെ മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്സ് ഇങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ആകുന്നതും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.